മുഖ്യമന്ത്രിയും ഞാനും സ്പീക്കറും ഒരേ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കന്നി പ്രസംഗവുമായി ഉദയനിധി വിജയുടെ പ്രതികരണം. 17-ാം തമിഴ്നാട് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ ശേഷം ഉദയനിധി സ്റ്റാലിൻ നടത്തിയ ആദ്യ പ്രസംഗം രാഷ്ട്രീയ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ശ്രദ്ധ ആകർഷിക്കുന്നു. 2026 തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പ്രതിപക്ഷ നിരയിലേക്ക് മാറിയ DMKയെ നയിക്കുന്ന ഉദയനിധി വ്യക്തിപരമായ സൗഹൃദങ്ങളും രാഷ്ട്രീയമായ നിലപാടുകളും കോർത്തിണക്കിയാണ് തൻ്റെ കന്നി പ്രസംഗം നടത്തിയത്. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ സഭയിലെ പ്രമുഖർ തമ്മിലുള്ള കലാലയ ബന്ധം ചൂണ്ടിക്കാട്ടി അദ്ദേഹം സഭയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുമെന്ന് പ്രഖ്യാപനവും നടത്തി. മുഖ്യമന്ത്രിയും സ്പീക്കറും താനുമടങ്ങുന്ന നേതാക്കൾ ചെന്നൈയിലെ പ്രശസ്തമായ മലയാള കോളേജ് സഹപാഠികളാണെന്ന കൗതുകകരമായ വസ്തുത ഉദയനിധി പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. രാഷ്ട്രീയമായ പോരാട്ടങ്ങൾ തുടരുമ്പോഴും തമിഴ്നാടിൻ്റെ വികസനത്തിനായി ഭരണപക്ഷവുമായി സഹകരിക്കുവാൻ തങ്ങൾ ഒരുക്കമാണെന്ന വലിയ സന്ദേശമാണ് ഉദയനിധി സ്റ്റാലിൻ തൻ്റെ പ്രസംഗത്തിലൂടെ നൽകിയത്. ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസംഗം ഒരു ചെറുപുഞ്ചിരിയോടെ വീക്ഷിക്കുന്ന മുഖ്യമന്ത്രി വിജയയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ കാണാവുന്നത്. നിയമസഭാ കക്ഷി നേതാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നമ്മളെല്ലാവരും ഒരേ കോളേജിൽ നിന്നുള്ളവരാണ്. പക്ഷേ ഭരണകാര്യത്തിൽ DMK സീനിയറാണ്. ഞങ്ങളുടെ അനുഭവ സമ്പത്തും അറിവും പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. തമിഴ്നാടിൻ്റെ ക്ഷേമമാണ് പ്രധാനം. സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക അടയാളങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. തമിഴ് മണ്ണിൽ തമിഴ് വികാരത്തെ പിന്നിലാക്കുന്ന ഒരു നീക്കവും നിയമസഭയിലോ പുറത്തോ അനുവദിക്കില്ല. ഇക്കാര്യത്തിൽ പ്രതിപക്ഷം അതീവ ജാഗ്രത പുലർത്തും. സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള എൻ്റെ പഴയ നിലപാടുകളിൽ ഒരു മാറ്റവുമില്ല. തന്നെയുമല്ല, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ചിന്താഗതികൾ ഇല്ലാതാകണം എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭരണപക്ഷത്തിന് തുല്യമായ കരുത്തുള്ള പ്രതിപക്ഷമാണ് ഇത്തവണ സഭയിൽ ഉള്ളത്. ജനങ്ങൾ DMKയെ ഏൽപ്പിച്ചിരിക്കുന്നത് സർക്കാരിനെ ശരിയായ ദിശയിൽ നയിക്കുവാനുള്ള ഉത്തരവാദിത്തമാണ്. സഭയിൽ ഇത്തവണ കൂടുതൽ വനിതാ പ്രതിനിധികൾ എത്തിയത് നല്ല കാര്യമാണ്. പുതിയ അംഗങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു, ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു. ഉദയനിധി സ്റ്റാലിൻ തൻ്റെ പ്രസംഗത്തിൽ താനും മുഖ്യമന്ത്രിയും സ്പീക്കറും ഒരേ കോളേജിലെ പഴയ വിദ്യാർത്ഥികളാണെന്ന് പരാമർശിച്ചപ്പോൾ മുഖ്യമന്ത്രി വിജയ് അത് പുഞ്ചിരിയോടെയാണ് സ്വീകരിച്ചത്. സഭയിലെ ഗൗരവകരമായ അന്തരീക്ഷത്തിൽ ഈ പരാമർശം നേരിയ ആശ്വാസം പകരുകയും ചെയ്തു. രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ ഉദയനിധി ഉന്നയിക്കുമ്പോഴും മുഖ്യമന്ത്രി വിജയ് അത് സശ്രദ്ധം കേട്ടിരിക്കുകയും പ്രകോപിതനാവാതെ പക്വതയോടെ മറുപടി നൽകാൻ കാത്തിരിക്കുകയും ചെയ്തു. ഭരണകാര്യങ്ങളിൽ DMK സീനിയർ ബാച്ച് ആണെന്ന ഉദയനിധിയുടെ തമാശ കലർന്ന വെല്ലുവിളിയെ മുഖ്യമന്ത്രി ബഹുമാനപൂർവമായ മനോഭാവത്തോടെയാണ് നേരിട്ടത്. സഭയിലെ നടപടിക്രമങ്ങൾക്ക് ശേഷം പുറത്തു വന്ന ദൃശ്യങ്ങളിലും ഇരുവരും തമ്മിലുള്ള രാഷ്ട്രീയ മര്യാദ പ്രകടമായിരുന്നു. തിരഞ്ഞെടുപ്പിന് ശേഷം ഉദയനിധിയും സ്റ്റാലിനും മുഖ്യമന്ത്രി വിജയെ സന്ദർശിച്ചപ്പോഴും സഭയിലെ ഈ മാന്യമായ പെരുമാറ്റം ചർച്ചയായിരുന്നു. തൻ്റെ സിനിമാ ജീവിതത്തിൽ എന്ന പോലെ നിയമസഭയിലെ ആദ്യ പ്രസംഗവേളയിലെ ഉദയനിധിയുടെ വാക്കുകളെ ശാന്തമായും പുഞ്ചിരിയോടെയും നേരിട്ട മുഖ്യമന്ത്രി വിജയുടെ രീതി തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയൊരു സംസ്കാരത്തിന് തുടക്കം കുറിക്കുന്നതായിരുന്നു. എന്നിരുന്നാലും പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പുഞ്ചിരിയോടെയായിരുന്നു വിജയുടെ സമീപനമെങ്കിൽ അവസാനമായപ്പോഴേക്കും അത് മായുന്നതായും കാണാനിടയായി. ഉപമുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഭരണപരിചയത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവെന്ന പുതിയ ഉത്തരവാദിത്തത്തിലേക്ക് ഉദയനിധി സ്റ്റാലിൻ മാറുമ്പോൾ തമിഴ്നാട് നിയമസഭ കൂടുതൽ വാശിയേറിയതും എന്നാൽ മാന്യവുമായ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് വേദിയാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. മുഖ്യമന്ത്രിയും ഉദയനിധിയും തമ്മിലുള്ള വ്യക്തിപരമായ ബഹുമാനവും രാഷ്ട്രീയമായ മത്സരവും വരും ദിവസങ്ങളിൽ സഭയെ കൂടുതൽ സജീവമാക്കും എന്ന് ഉറപ്പാണ്.